യേശുവിൻ്റെ രൂപം മനസ്സിൽ തെളിയും നേരം സന്തോഷം കൊണ്ടുള്ളം നിറഞ്ഞിടുന്നു നാഥ. എനിക്കു വേണ്ടി കാൽവറിയിൽ പിടഞ്ഞ നാഥനേ, നിനക്കു വേണ്ടി ഞാൻ പൊരുതും അന്ത്യം വരെ. വ്യർത്ഥവാർത്തയായിരുന്ന ചാട്ട കൊണ്ടെന്നെ ശ്രേഷ്ഠരും സ്വന്ത ജനവും ആഞ്ഞടിക്കുമ്പോ നോക്കി ഞാൻ കാൽവറിയിൽ എൻ്റെ പ്രിയനെ, കണ്ടു ഞാൻ അവൻ്റെ പുറം ഉഴവു ചാലുപോൽ. യേശുവിൻ്റെ രൂപം മനസ്സിൽ തെളിയും നേരം സന്തോഷം കൊണ്ടുള്ളം നിറഞ്ഞിടുന്നു നാഥ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാമത് വാക്യം ശബ്ദമുയർത്തി വ്യക്തമായി എല്ലാ സൂം മീറ്റിംഗിലെ ശ്രോതാക്കളും കേൾക്കേണ്ടതിന് വേണ്ടി വായിക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ദൈവ തിരുനാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അന്ധകാര ഭൂഖണ്ഡമെന്നറിയപ്പെട്ട ആഫ്രിക്കയുടെ അന്തർഭാഗത്ത് കടന്നു എന്ന് അവിടെയുള്ള നരഭോജികളെ നരസ്നേഹികളാക്കി തീർത്തുകൊണ്ട് മായാ സംസ്കാരത്തിന് അടിമപ്പെട്ട അമേരിക്കൻ മണ്ണിൽ അവരെ എത്തിച്ച് ബുദ്ധിമാന്മാരാക്കി സാമ്രാജ്യ ശക്തികൾ കൊലവിള നടത്തിയ യുദ്ധരണാങ്ക ഭൂമിയുടെ വിളനിലമായ യൂറോപ്പുകാരുടെ മണ്ണിൽ പ്രവേശിച്ച് അവരോട് ശാന്തിയും സമാധാനവും സന്തോഷവും വിളംബരം ചെയ്ത് എണ്ണിയാൽ തീരാത്ത ജന്മാന്തരങ്ങളുടെ പേരിൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രം ചേറ്റുവെള്ളങ്ങളിൽ പുണ്യം കണ്ട് സായുജ്യമടഞ്ഞ ഏഷ്യക്കാരുടെ കുടികിടപ്പ് മേഖലയിലേക്ക് അതിവേഗത്തിൽ പാഞ്ഞെത്തി അക്ഷരവും അറിവും സ്വാതന്ത്ര്യവും ദൈവിക വെളിച്ചവും വിളംബര പ്രഖ്യാപനം ചെയ്തുകൊണ്ട് നിരീശ്വരവാദികളെയും ബഹുദൈവങ്ങളെയും ഭൂരിപക്ഷക്കാരെയും നാസ്തികരെയും കൊലക്കൊമ്പന്മാരെയും രാജാക്കന്മാരെയും അമ്പരപ്പിച്ചുകൊണ്ട് ലോകത്തിന്റെ സകല മൂലകളിലേക്കും വേദികളിലേക്കും അനുസ്യൂതം അവിരാമമായി പറന്നു ചെന്നുകൊണ്ടിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഇന്ന് രാത്രിയിൽ ഉയർത്തുവാൻ എളിയവനും സാധാരണക്കാരനുമായ അനിൽ നാരായണനെ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ഈ പുസ്തകത്തെ ശ്രോതാക്കൾക്ക് വേണ്ടി സസന്തോഷത്തോട് ഉയർത്തുകയാണ്. നിങ്ങളെ ഏവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂം മീറ്റിങ്ങിന്റെ
പിന്നിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന കർത്തൃദാസൻ, മറ്റ് അഭിമന്യരായിരിക്കുന്ന ദൈവജനം, ഏവർക്കും ഇന്ന് രാത്രിയിൽ എൻ്റെ ഊഷ്മളമായ ഹൃദയംഗമാകുന്ന രാത്രി വന്ദനത്തെ സന്തോഷത്തോടെ അറിയിക്കുന്നു. വ്യക്തിയിൽ സമാധാനമില്ല, വീട്ടിൽ സമാധാനമില്ല, നാട്ടിൽ സമാധാനമില്ല, സംസ്ഥാനങ്ങളിൽ സമാധാനമില്ല, രാജ്യങ്ങളിൽ സമാധാനമില്ല, ലോകവ്യാപകമായി സമാധാനമില്ല. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് ഇങ്ങനെ ഓർപ്പിക്കുന്നു: ലോകത്തിന് തരുവാൻ കഴിയാത്ത ദൈവമാകുന്ന സമാധാനം കൊണ്ട് ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളെ സമാശ്വാസത്താൽ നടത്തും. ആ കർത്താവ് ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളെ ചെയ്യുമാറാകട്ടെ. ആവർത്തന പുസ്തകം 23:14 പാളയത്തിനു നടുവിൽ ദൈവം നെടുകയും കുറുകയും സഞ്ചരിക്കുന്നു. 1, ഇസ്രായേലിനെ രക്ഷിക്കുവാൻ; 2, അവന്റെ ഭീകര ശത്രുവിനെ അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. മത്തായി സുവിശേഷം 18:20 ഇരുവരോ മൂവരോ ഒരുമിച്ച് കൂടി വന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയെ നൽകുവാൻ, അനുഗ്രഹം അരുളുവാൻ, അവരെ ആശ്ലേഷിക്കുവാൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ യേശു കൂട്ടായ്മക്കാരുടെ നടുവിൽ. വെളിപ്പാട് 1:13 കത്തിക്കൊണ്ടിരിക്കുന്ന തങ്ക നിലവിളക്കുകൾക്ക് നടുവിൽ സഭയുടെ നാഥനാം കർത്താവ് ഇറങ്ങി വരുന്നു. പാളയത്തിന് നടുവിലെ കർത്താവ്, കൂട്ടായ്മക്കാരുടെ നടുവിലെ കർത്താവ്, സഭയുടെ നടുവിലെ കർത്താവ് ഇന്ന് രാത്രിയിൽ ആത്മരൂപിയായി നിങ്ങളുടെ സവിധത്തിലുണ്ട്, നിങ്ങളുടെ ചാരത്തുണ്ട്, നിങ്ങളിലുണ്ട്. ആ വിശ്വാസത്തോടെ അല്പസമയം തിരുവെഴുത്തിലേക്ക് പ്രാർത്ഥന പുരസ്സരം നമുക്ക് പ്രവേശിക്കാം. ദൈവമായ കർത്താവ് ഇന്ന് രാത്രിയിൽ അത്ഭുതങ്ങളെ ചെയ്യട്ടെ. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന വിശുദ്ധ വേദപുസ്തകം 1600 വർഷങ്ങൾ കൊണ്ട് 60-ൽ പരം തലമുറകളിലായി 40-ൽ പരം എഴുത്തുകാർ 3 ഭൂഖണ്ഡങ്ങളിൽ 3 ഭാഷകളിൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ എഴുതി പൂർത്തീകരിച്ച അതുല്യമായ ഗ്രന്ഥമാണ്. ഇതുപോലെ വിവർത്തനം ചെയ്യപ്പെട്ട ഒരു പുസ്തകം വേറെ ഇല്ല. ഇതുപോലെ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകം വേറെ ഇല്ല. ഇതുപോലെ പ്രചുരപ്രചാരം നേടിയൊരു പുസ്തകം വേറെ ഇല്ല. 1969 ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയപ്പോൾ അവിടെ ആദ്യം അവർ ഉച്ചരിച്ചത് തിരുവെഴുത്തിലെ ഒരു വേദാംശമായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും ഏതുകൊണ്ടും അതുല്യ സ്ഥാനമർഹിക്കുന്ന, പരമോന്നത സ്ഥാനമർഹിക്കുന്ന, അലംഘനീയമായ സ്ഥാനമർഹിക്കുന്ന, അവിരാമമായി അനുസ്യൂതമായി ഇന്നും ലോകത്തിന്റെ ചലനഗതികളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റമില്ലാത്ത തിരുവെഴുത്തിന്റെ സാരാംശം ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് കരുത്തും ഊർജവും ശക്തിയും പകരട്ടെ എന്ന് ആത്മാർത്ഥമായി എളിയവൻ പ്രാർത്ഥിക്കുന്നു. 66 പുസ്തകങ്ങളിൽ 2 സഹോദരിമാരുടെ പേരിൽ പുസ്തകമുണ്ട്. 1 രൂത്ത്, 2 എസ്തർ. എന്നാൽ അഖിലാണ്ട മണ്ഡലത്തിന്റെ, പ്രപഞ്ചത്തിന്റെ കർത്താവായിരിക്കുന്ന ശ്രീ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്റെ പേരിൽ ഒരു പുസ്തകം ഈ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന തിരുവെഴുത്തിൽ കാണുവാൻ കഴിയുന്നില്ല. അതിൻ്റെ
പരിഹാരമായിരിക്കാം, അതിൻ്റെ കുറവ് നികത്താനായിരിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 1-ാമത് വാക്യം ഇങ്ങനെ ആരംഭിക്കുന്നത്: ശ്രീ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. വെളിപ്പാട് പുസ്തകം ഉൽപ്പത്തി ആരംഭങ്ങളുടെ പുസ്തകമാണെങ്കിൽ വെളിപ്പാട് അവസാനങ്ങളുടെ പുസ്തകമാണ്. ഉൽപ്പത്തി ശാപങ്ങളുടെ കഠിനമായിരിക്കുന്ന പ്രഖ്യാപനം ഉള്ള പുസ്തകമാണെങ്കിൽ വെളിപ്പാട് പുസ്തകം അനുഗ്രഹത്തിന്റെ തേൻമഴ പൊഴിയുന്ന പുസ്തകമാണ്. വെളിപ്പാട് മരണത്തിന്റെ ഘോര ഗർജനത്തെ അതിജീവിച്ച് വിശുദ്ധന്മാർ എത്തുന്ന മനോഹരമായിരിക്കുന്ന സ്ഥലത്തെ വിവരിക്കുന്നു. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. അത് സമാപ്ത ഗ്രന്ഥമാണ്. അത് ഏഴുകളുടെ സഞ്ചയമാണ്. തീർന്നില്ല, അത് നിവർത്തികളുടെ പുസ്തകമാണ്. വെളിപ്പാട് പുസ്തകം വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ നാം എത്തിച്ചേരേണ്ട സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ തനിമയാർന്ന ഒരു വിവരണം നമുക്ക് അതിൽ നിന്ന് ലഭ്യമാകും. പലപ്പോഴും പലരും അത് വായിക്കുവാനും പഠിക്കുവാനും സമയം വേർതിരിക്കുന്നില്ല. നാം എത്തിച്ചേരേണ്ട ഡെസ്റ്റിനിയെ കുറിച്ച്, ലക്ഷ്യസ്ഥലത്തെക്കുറിച്ച് അതിഗംഭീരമായി എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3 നിലകളിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. ഒന്ന്, യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് കണ്ടതായ 4 ദർശനങ്ങളുടെ സംക്ഷിപ്ത രൂപമാണ് വെളിപ്പാട് പുസ്തകം. 1-ാം അധ്യായം 10-ാമത് വാക്യം, 4-ാം അധ്യായം 2-ാമത് വാക്യം, 17-ാം അധ്യായം 3-ാമത് വാക്യം, 21-ാം അധ്യായം 10-ാമത് വാക്യം. അങ്ങനെ 4 ആത്മവിവശതയുടെ സമ്പൂർണ്ണ ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. രണ്ടാമത്തേത് 1 മുതൽ നാം ശ്രദ്ധിക്കുമ്പോൾ വളരെ മനോഹരമാകുന്ന സ്വർഗീയ തലങ്ങളെ കുറിച്ചാണ് നമുക്ക് അവിടെ പഠിക്കുവാൻ സാധിക്കുന്നത്. 1-ാം അധ്യായം മഹത്വവാനായ ശ്രീ യേശു ക്രിസ്തു, 2-3 അധ്യായങ്ങൾ 7 സഭകളോടുള്ള ശ്രീ യേശു ക്രിസ്തുവിന്റെ ദൂത്. 4-ാം അധ്യായം തുറക്കപ്പെട്ട സ്വർഗം. അവിടെ മുതൽ 19-ാം അധ്യായം വരെ സഭ സ്വർഗത്തിലാണ്. അപ്പോൾ ഈ ഭൂതലത്തിൽ അനവധി മഹോദ്രവത്തിന്റെ ഘട്ടങ്ങൾ ഉണ്ടാകും. 20 ന്യായവിധി, 21 പുത്തനാം യെരൂശലേം, 22 സഭാനിത്യതയും. എന്നാൽ 3-ാമത്തേത് സവിസ്തരമായി നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന ക്രമീകരണമാണ്. അത് ഏവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 അധ്യായങ്ങൾ 7 സഭകളോടുള്ള ദൂത്, 4-ാം അധ്യായം തുറക്കപ്പെട്ട സ്വർഗം, 5-ാം അധ്യായം മുദ്രയിടപ്പെട്ട പുസ്തകം, 6-ാം അധ്യായം പായുന്ന 4 കുതിരകൾ, 7-ാം അധ്യായം മുദ്രയിടപ്പെട്ട 144,000 പേർ, 8-9 കാഹളങ്ങൾ, 10 പ്രാവചനിക ചെറിയ പുസ്തകം, 11 സാക്ഷികൾ, 12 സൂര്യധാരണിയായ സ്ത്രീയും ആൺകുട്ടിയും, 13 ഘോരമൃഗം കടലിൽ നിന്ന് കയറി വരുന്നു.
4 സാമ്രാജ്യങ്ങൾ നമുക്ക് വിശുദ്ധ ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നു. 1 ബാബിലോൺ സാമ്രാജ്യം, 2 മേദ്യ പേർഷ്യ സാമ്രാജ്യം, 3 ഗ്രീസ് സാമ്രാജ്യം, 4 റോമ സാമ്രാജ്യം. അതിനെയെല്ലാം കവച്ചു വെക്കുന്നതായിരിക്കുന്ന, അതിനെയെല്ലാം അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭരണം കയറി വരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കരയിൽ വീണ്ടും സ്വർഗീയ പയർ. അവിടെ കുഞ്ഞാടിന്റെ പാട്ടും മോശയുടെ പാട്ടും മാത്രമേ ഉള്ളൂ. 16 ക്രോധകലശം, 17 തകർന്നു കിടക്കുന്ന സദ്ദാം ഹുസൈന്റെ ഇറാഖ് അഥവാ ബാബിലോൺ. നാളെ രാവിലെ വെളിപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, പിതാവായ ദൈവം ക്രിസ്തുവിന്റെ തീരുമാന ക്രമീകരണങ്ങൾ എല്ലാം നമുക്കറിവില്ലല്ലോ. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓർപ്പിച്ചു? വേദപുസ്തക വായനയിൽ നിന്ന് എനിക്ക് കിട്ടിയ 25 കാര്യങ്ങൾ, അതിൽ ഒരെണ്ണമാണ് ഇപ്പോൾ തകർന്നു കിടക്കുന്ന ഇറാഖ് അഥവാ ബാബിലോൺ കൽദയ പട്ടണം ഒരു ബിസിനസ് സിറ്റിയായി എഴുന്നേറ്റ് വരും. മനുഷ്യ അവയവങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ് സിറ്റിയായി തന്നെ അത് എഴുന്നേറ്റ് വരുമെന്ന് തിരുവെഴുത്ത് ഓർപ്പിക്കുന്നു. 19 നിങ്ങളും ഞാനും കാത്തിരിക്കുന്ന കുഞ്ഞാടിന്റെയും സഭയുടെയും വിവാഹ മഹോത്സവം. 20 ന്യായവിധി. നാം ആത്മീയരാണ്, നാം ആരാധിക്കുന്നവരാണ്, വിശുദ്ധന്മാരാണ്, വിശുദ്ധമതികളാണ്. എന്നാൽ തിരുവെഴുത്ത് ഇങ്ങനെ ഓർപ്പിക്കുന്നു, നാം പറഞ്ഞ സകല ചെറിയ വാക്കുകൾക്ക്, മത്തായി 12:36 വാക്യം, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പറഞ്ഞില്ല, ചെയ്തില്ല, പോയില്ല, പ്രവർത്തിച്ചില്ല എന്ന് നമുക്കാർക്കും ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. യഹൂദന്റെ തലച്ചോറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഈ മൊബൈലിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചിപ്പാണ് നിങ്ങളെയും എന്നെയും വിദൂരതയിൽ കാണുവാനും കേൾക്കുവാനും സാധ്യമാക്കുന്നത്. അത് മാത്രമല്ല, ഇതെല്ലാം റെക്കോർഡിങ്ങിലേക്ക് നമുക്ക് ക്രമീകരിക്കുവാനും സാധിക്കും. മണ്ണിൽ നിന്നെടുത്ത ഈ ചെറിയ ലോകത്തുണ്ട് അങ്ങനെയുള്ള ക്രമീകരണത്താൽ നിർമ്മിക്കപ്പെട്ടു മനുഷ്യന്റെ കഴിവിന്. അങ്ങനെയെങ്കിൽ അഖിലാണ്ടത്തിന് ഉടമസ്ഥനായ ദൈവം ആകാശത്തെയും ചുവരിനെയും ഭൗതികയെയും ഉത്തരത്തെയും സാക്ഷ്യം പറയുവാനായി വിളിക്കുമ്പോൾ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ ബ്രഹ്മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കും ഒഴിയുവാൻ കഴിയത്തില്ല. 21 പുത്തനാം യെരൂശലേം. അത് ഈ തറനിരപ്പിൽ നിന്ന് 2500 കോടി കിലോമീറ്ററിന് അപ്പുറത്ത്, ഭൂമിയേക്കാൾ 10 ഇരട്ടി വലിപ്പമുള്ള സൂര്യൻ, പിന്നെ ചന്ദ്രൻ, പിന്നെ 8 ഗ്രഹങ്ങൾ, പിന്നെ ഗാലക്സികൾ, ഒരു ഗാലക്സികൾ 1 കോടി നക്ഷത്രങ്ങളാണ് പോലും. അങ്ങനെയുള്ള കോടിക്കണക്കിന് ഗാലക്സികളെ തള്ളി ഉന്തി മാറ്റിയിട്ട് നിങ്ങളും ഞാനും മൺശരീരം മാറി വിൺശരീരം പ്രാപിച്ച് പറന്ന് ചെല്ലുന്ന ഒരു പുത്തനാം യെരൂശലേം. അവിടെ കണ്ണുനീരില്ല, ശാപമില്ല, മരണമില്ല, പോലീസില്ല, പട്ടാളമില്ല, കൊറോണയില്ല, എയ്ഡ്സ് ഇല്ല, എംബോളയില്ല,
വൈറസ് ഇല്ല, ക്യാൻസർ ഇല്ല, അവിടെ തീവ്രവാദികളില്ല, പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല, സെമിത്തേരിയില്ല, ദുർഗന്ധമില്ല, ഇരുട്ടില്ല. അങ്ങനെ ഒരു സുന്ദര പട്ടണത്തിൽ, സുന്ദര നഗരത്തിൽ നിങ്ങളും ഞാനും എത്തിച്ചേരും. അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ ലക്ഷ്യം. ഇവിടെ വീട് വേണം, കാറ് വേണം, വസ്ത്രം വേണം, ഭക്ഷണം വേണം, പണം വേണം. എന്നാൽ അതിനേക്കാൾ ഉപരിയായി ഏതെങ്കിലും കടുത്ത ഒരു പ്രകൃതിക്ഷോഭം വന്നാൽ ഇതെല്ലാം ഇവിടെ തകർന്നു പോകും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ ദൈവമാക്കിയ ആത്മാവിന്റെ രക്ഷ, ആത്മാവിന്റെ രക്ഷ, ആത്മാവിന്റെ രക്ഷ, അത് മറന്നു പോകരുത്. യേശുക്രിസ്തു സഭയെ ആരംഭിക്കുമ്പോൾ ഒരു പാഠപുസ്തകമില്ല, ഒരു വാടക കെട്ടിടമില്ല. തന്നെ അനുധാവനം ചെയ്യുന്ന ശിഷ്യഗണങ്ങൾ ഏറിയ പങ്കും വലിയ ജ്ഞാനമില്ലാത്തവര്. സ്ഥാപക ജംഗമ വസ്തുക്കൾ അവർക്കില്ലായിരുന്നു, അവർക്കൊരു രജിസ്ട്രേഷൻ ഇല്ലായിരുന്നു, അവർക്കൊരു വരുമാനവും ഇല്ലായിരുന്നു. അനാഥത്വം നിറഞ്ഞു തുളുമ്പുന്ന ആ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലാക്കി വെച്ചിട്ട് ഉയരങ്ങളിലേക്ക് ഉദ്ധാനം ചെയ്തപ്പോൾ അവർക്ക് നൽകിയ ഏറ്റവും ഉത്തമമായ ഒരു അനുഗ്രഹമുണ്ട്. അത് വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്. അതെ, ഈ കാലഘട്ടങ്ങളിൽ ആത്മികരായ നാം, നമ്മുടെ ലക്ഷ്യം ഉയരത്തിലേക്ക് ആയിരിക്കണമെന്ന് വളരെ ശക്തമായി ദൈവകൃപയിൽ ആശ്രയിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കും. 22 സമയകാല പരിധിക്കപ്പുറത്ത് സഭ നിത്യതയുടെ കൂടാരത്തിൽ. ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി എഴുതിയെടുക്കാനോ പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 അധ്യായങ്ങൾ 7 സഭകളോടുള്ള ദൂത്, 4-ാം അധ്യായം തുറക്കപ്പെട്ട സ്വർഗം, 5-ാം അധ്യായം മുദ്രയിടപ്പെട്ട പുസ്തകം, 6-ാം അധ്യായം പായുന്ന 4 കുതിരകൾ, 7-ാം അധ്യായം 144,000, 8, 9 കാഹളങ്ങൾ, 10 പ്രാവചനിക ചെറിയ പുസ്തകം, 11-2 സാക്ഷികൾ, 12 സൂര്യനെ അണിഞ്ഞ സ്ത്രീയും ആൺകുട്ടിയും, 13 ഘോരമൃഗം കടലിൽ നിന്ന് കയറി വരുന്നു, 14 സ്വർഗത്തിലെ കൊയർ, 15 പളങ്ക് കടൽക്കരയിലെ കൊയർ, 16 ക്രോധകരശം, 17 തകർന്നു കിടക്കുന്ന ബാബിലോൺ, 18 ബിസിനസ് ബാബിലോൺ, 19 സഭയുടെയും കുഞ്ഞാടിന്റെയും വിവാഹ മഹോത്സവം, 20 ന്യായം വിധിക്കുന്നു, 21 പുത്തനാം യെരൂശലേം, 22 സഭ നിത്യതയുടെ കൂടാരത്തിൽ. വായിച്ച വാക്യത്തിലേക്ക് പ്രവേശിക്കട്ടെ. യോഹന്നാൻ എന്ന ഞാൻ ചില കാര്യങ്ങൾ നിമിത്തം ബന്ധിക്കപ്പെട്ട് പത്മോസിൽ ആയിരിക്കുന്നു എന്നല്ല താൻ രേഖപ്പെടുത്തിയത്, ആയിരുന്നു. ആരാണ് യോഹന്നാൻ? ശ്രീ യേശു ക്രിസ്തുവിന്റെ അമ്മയുടെ സഹോദരി ശലോമയുടെയും ശലോമയുടെ ഭർത്താവ് സെബദിയുടെയും 2 മക്കളിൽ ഒരാളാണ് യോഹന്നാൻ. നമ്മെ ചെറുപ്പത്തിൽ ആത്മീയ കാര്യങ്ങളോട് താല്പര്യമുള്ള ഒരു കൗമാരക്കാരൻ ഏകദേശം യൗവന ദിശയിലേക്ക് കാലൂന്നിയപ്പോഴാണ് തൻ്റെ അപ്പനോടും അപ്പന്റെ തൊഴിലാളികളോടും ചേർന്ന് വലയും ബോട്ടും നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തേജോരൂപി, തത്വത്തിന്റെ മുദ്ര, തേജസ്സിന്റെ പ്രഭ, ആകാശത്തിലെ ഉദയ നക്ഷത്രം,
ഭൂമിശാസ്ത്രത്തിലെ അടിക്കപ്പെട്ട പാറ, ജന്തുശാസ്ത്രത്തിലെ അറുക്കപ്പെട്ട കുഞ്ഞാട്, കണക്കുശാസ്ത്രത്തിലെ ആൽഫയും ഒമേഗയും, നരവംശാസ്ത്രത്തിലെ മനുഷ്യപുത്രൻ, അതെ, ആ ശ്രീ യേശു ക്രിസ്തു പഞ്ചസാര പൂഴി മണലിലൂടെ പാദം ചലിപ്പിച്ചുകൊണ്ട് അവരുടെ അടുക്കലെത്തി ഇങ്ങനെ പറഞ്ഞു, എന്നെ അനുഗമിക്കൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. ആഹാ, അപ്പനെ വിട്ട്, പടക് വിട്ട്, വല വിട്ട്, തൊഴിലാളി സുഹൃത്തുക്കളെ വിട്ട് അന്ന് താൻ യേശു ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര തിരിച്ചു. അതെ, ഒരൽപ്പം താന് എരിവുള്ള മനുഷ്യന്, ശുഷ്കാന്തിയുള്ള മനുഷ്യന്, അല്പം കോപിഷ്ഠനോടെ രണ്ടാം പ്രാവശ്യം യേശു ശമരിയയിൽ എത്തി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ആ വിവരം അവരെ അറിയിച്ചു. അവര് പറഞ്ഞു, ഗുരു, ചില ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം പാർക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. യേശു പറഞ്ഞു, അതിന് സമയമില്ല, എന്റെ സമയം അടുത്തു, ഞാൻ പെരുന്നാളിൽ പങ്കെടുക്കുവാൻ ജെറുസലേമിലേക്ക് യാത്ര തിരിക്കുക. അവര് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഇവിടെ പാർക്കാൻ കഴിയില്ല. രണ്ട് ശിഷ്യന്മാർ യേശു ക്രിസ്തുവിന്റെ അടുക്കലെത്തിയിട്ട് പറഞ്ഞു, ഗുരു, ആകാശത്തിൽ തീയിറങ്ങി അവരെ കരിച്ചു കളഞ്ഞു. അത്രയ്ക്ക് ശുഷ്കാന്തിയുള്ളതായ ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. ആ യോഹന്നാൻ പത്മോസിലായിരിക്കും. ദൈവസഭയെ മുച്ചൂട് പൊടിച്ചു കളയുവാൻ രംഗപ്രവേശനം ചെയ്ത, കൊലവിളി നടത്തിയ, കടുത്ത ചെന്നായിക്ക് തുല്യമായ, ഘോരസിംഹത്തിനും വ്യാക്രത്തിനും തുല്യമായ 10 രാജാക്കന്മാരിൽ കഠിന മനുഷ്യൻ, സകല നികൃഷ്ട ബുദ്ധിയും ഒരുമിച്ച് സമ്മേളിച്ച ഡൊമീഷ്യൻ ചക്രവർത്തി. അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു, ഏത് ആരാധനയിലും, ഏത് കൂടിവരവിലും എന്നെ ആരാധിക്കണം, എന്നോട് പ്രാർത്ഥിക്കണം. തീർന്നില്ല. ക്രൈസ്തവർ ഗവൺമെന്റ് ജോലിയിൽ തീർച്ചയായിട്ടും പങ്കെടുത്തിരിക്കണം. എല്ലാ ക്രൈസ്തവരും, എല്ലാ വിശ്വാസികളും അത് തൃണവൽഗണിച്ചു. തീർന്നില്ല. അവർ കൂടി വരുമ്പോൾ ചെയ്യുന്ന തിരുമേശ അഥവാ കർത്തൃമേശ, അത് അശ്ലീലതയുടെ പര്യായമായി രാജാവ് ചൂണ്ടിക്കാണിച്ചു. അടുത്തത് ആ രാജ്യത്തുണ്ടായ സാമ്പത്തിക നഷ്ടവും റോമ ഗവൺമെന്റിന്റെ മേലുണ്ടായ പ്രകൃതിക്ഷോഭവും ക്രൈസ്തവർ മുഖാന്തരം ഉണ്ടായി എന്ന് പ്രചരിപ്പിച്ച് അവരെ കച്ചുടയ്ക്കുവാനായിട്ട് ആ മനുഷ്യൻ ആവോളം ശ്രമിച്ചു. വിളക്കുകാലിൽ മനുഷ്യനെ ചേർത്ത് വെച്ച് കോട്ടൺ കൊണ്ട് കെട്ടി മൃഗക്കൊഴുപ്പ് ഒഴിച്ച് ജീവനോടെ കത്തിക്കുക. ജീവനോടെ വിശന്നു വലഞ്ഞ ക്രൂര മൃഗങ്ങൾക്ക് വലിച്ചെറിഞ്ഞിട്ട് വമ്പൻ സ്റ്റേഡിയത്തിൽ അത് കണ്ട് ആസ്വദിച്ച് ചിരിക്കുക. കണ്ണ് ചുഴഞ്ഞെടുക്കുക, നാവ് മുറിച്ചു കളയുക, നഖങ്ങൾ വെട്ടിയെടുക്കുക, ജീവനോടെ മാംസവും തൊലിയും ഉരിഞ്ഞു മാറ്റുക. ഭർത്താവിന്റെ മുമ്പിൽ ഭാര്യയെ ബലാത്കാരം ചെയ്യുക, ഭാര്യയുടെ മുമ്പിൽ ഭർത്താവിന്റെ തല വെട്ടിക്കളയുക. അങ്ങനെ നിരവധി അനവധി ഒരുപാട് നിഷ്ഠൂരമാകുന്ന ക്രൂര പ്രവർത്തികൾ ചെയ്തിട്ടും സഭ വളർന്നുകൊണ്ടേയിരുന്നു. സഭയെ കത്തിക്കുവാൻ ഒരു തീജ്വാലയ്ക്ക് കഴിയില്ല. സഭയെ കടിച്ചു കീറുവാൻ ഒരു വ്യാഘ്രത്തിനും കഴിയത്തില്ല. സഭയെ ഒതുക്കുവാൻ ഒരു പട്ടാളത്തിനോ ഭരണകൂടത്തിനോ കഴിയത്തില്ല. സഭയെ ചിതറിക്കുവാൻ, ചിഹ്ന ഭിന്നമാക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല.
ഫിലിപ്പിന്റെ കൈസരിൽ വെച്ച് ശ്രീ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ ഒരിക്കലും ജയിക്കുകയില്ല, ഞാൻ എൻ്റെ സഭയെ പണിയും. മത്തായി സുവിശേഷം 16-ാം അധ്യായം 17, 18, 19 സ്വർഗരാജ്യത്തിന് താക്കോൽ എന്റെ കൈവശമുണ്ട്. ലൂക്കോസ് 11:52 പരിജ്ഞാനത്തിൽ താക്കോൽ എന്റെ കൈവശമുണ്ട്. വെളിപ്പാട് 1:18 മരണത്തിന് പാതാളത്തിൽ താക്കോൽ എന്റെ കൈവശമുണ്ട്. വെളിപ്പാട് 9:1 അഗാധകൂപത്തിൽ താക്കോൽ എന്റെ കൈവശമുണ്ട്. യെശയ്യാവ് 22:22 ദാവീദ് ഗൃഹത്തിന് താക്കോൽ എന്റെ കൈവശമുണ്ട്. വഴികൾ അടഞ്ഞ് ഭാരപ്പെട്ടിരിക്കുമ്പോൾ 2025 അവസാന പാദുകങ്ങളിൽ എത്തിയിരിക്കുന്ന ദൈവജനമേ, വിശ്വസിക്ക. ഇന്ന് രാത്രി താക്കോൽ ഉള്ളവൻ നിങ്ങൾക്ക് വേണ്ടി, സൗഖ്യത്തിന്റെ നിങ്ങൾക്ക് വേണ്ടി, പുതുവഴിയുടെ നിങ്ങൾക്ക് വേണ്ടി, പുതുവാതായനത്തിന്റെ മണ്ഡലങ്ങൾ തുറന്നിടുകയാണ്. വിശ്വസിക്ക. നാളത്തെ പൊൻപുലരിയിൽ ദൈവം എനിക്ക് വേണ്ടി അത് ചെയ്യാൻ പോകുക. എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി, എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ചെറുമക്കൾക്ക് വേണ്ടി ദൈവം അത് ചെയ്യാൻ പോകുക. പുറപ്പാട് 15, 25, 26 സൗഖ്യമാക്കുന്ന യഹോവ. പുറപ്പാട് 23, 25, 26 നടുവിൽ നിന്ന് രോഗങ്ങളെ എടുത്തു കളയുന്ന യഹോവ. 107-ാം സങ്കീർത്തനം 20-ാമത് വാക്യം, വചനമയച്ച് അവനവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവനവരെ കയറ്റി. 1 പത്രോസ് 2:24 യേശുവിന്റെ അടിപ്പിണരാൽ അവർക്ക് സൗഖ്യമെന്ന് വിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ യേശു ക്രിസ്തുവിനെ ഞാനൊന്ന് ഉയർത്തട്ടെ. തൻ്റെ അവസാന പെസഹ മർക്കോസിന്റെ മാളിക മുറിയിൽ ശിഷ്യഗണങ്ങളുമായി പ്രാർത്ഥന പുരസ്സരം യേശു ആഘോഷിച്ചിട്ട് ഒരുവൻ കാണിച്ചു കൊടുക്കുവാൻ മഹാപുരോഹിത വൃന്ദത്തിന്റെ അടുക്കലേക്ക് പോയപ്പോൾ യേശുവും ശിഷ്യന്മാരും ഒലുമലയിലേക്ക്. മർക്കോസിന്റെ അപ്പന്റെ വകയാ ഒലുമല. ഏകദേശം മർക്കോസിന്റെ വീട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അവിടെ താൻ കുറച്ചുപേർ തോട്ടത്തിന് പുറത്ത്, 3 പേർ തോട്ടത്തിനകത്ത്. നല്ലൊരു വമ്പൻ ഒലുമല നിരവധി അനവധി ഒലുവൃക്ഷമുണ്ട്. അവിടെ കണ്ടതാ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ തോളോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കൂടിയപ്പോൾ യേശു ഒരു കല്ല് എറിഞ്ഞാൽ എത്രമാത്രം ദൂരം അവിടെ പുഴങ്കാൽ മടക്ക് നിലവിളിയോടുകൂടി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. യേശു ആദ്യം പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് സഹിക്കുവാൻ കഴിയില്ല, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. പ്രാർത്ഥിച്ച് തീർന്നപ്പോൾ ശബ്ദ കോലാഹലം കേട്ട് യേശു എഴുന്നേറ്റ്, യേശു സാവധാനം ആ കൂട്ടത്തിന്റെ അടുക്കിലേക്ക് വന്നു. വടിവാടും വേലും കഠാരി ആയുധ സാമഗ്രികളുമായി, തീവട്ടി പന്തകളുമായി മഹാപുരോഹിതന്മാരും ശേഖവന്മാരും റോമൻ പട്ടാളവും പള്ളിപ്പട്ടാളവും സാമാന്യ ജനവും മൽക്കോസും ഇസ്കരിയത്ത് യൂദയും അരണ്ട തീപ്പന്ത വെളിച്ചത്തിന് മുമ്പിൽ നിൽക്കുന്നു. യേശു മുൻപോട്ട് ചെന്നു, നിങ്ങൾ ആരെ തിരയുന്നു? ഞങ്ങൾ യേശുവിനെ തിരയുന്നു, ഞാനാകുന്നു. വന്ന കൂട്ടം നിലത്ത് വീണുപോയി. പിന്നെ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയതാ. അവർ യേശു ക്രിസ്തുവിനെ യൂദയുടെ ചുംബനം കണ്ട് അറസ്റ്റ് ചെയ്തു. ചവിട്ടിയും ഇടിച്ചും തൊഴിച്ചും തുപ്പിയും കോൽ കൊണ്ട് കുത്തിയും മുഷ്ടി ചുരുട്ടി തലയ്ക്കും ശരീരത്തിനും ഇടികൊടുത്തു. യേശു ക്രിസ്തുവിനെ 1, ഹന്നാഫിന്റെ മുമ്പിൽ 2, കയ്യഫാവിന്റെ മുമ്പിൽ 3, സംഘദ്രീ സംഘത്തിന്റെ മുമ്പിൽ 4, പീലാത്തോസിന്റെ മുമ്പിൽ 5, ഹെരോദാവിന്റെ മുമ്പിൽ 6 വീണ്ടും പീലാത്തോസിന്റെ മുമ്പിൽ. നീ യഹൂദന്മാരുടെ രാജാവോ? യേശു പറഞ്ഞു, ഞാനാകുന്നു. ഞാൻ രാജാവാ. അങ്ങനൊന്നുമല്ല യേശു പറഞ്ഞത്, ഞാൻ രാജാവ് ആകുന്നു.
എൻ്റെ രാഷ്ട്രം ഐഹികമല്ല. ഇവിടുത്തെ ആയുധങ്ങളും പട്ടാള സംവിധാന ക്രമീകരണങ്ങളും എനിക്ക് വേണ്ട. ഒന്ന് നനച്ചാൽ കോടിക്കണക്കിന് ദൂത സഞ്ചയങ്ങൾ ഇറങ്ങും. എന്നിട്ടും ആ മനുഷ്യനെ യേശുവിനെ വെറുതെ വിടണമെന്നുണ്ടായിരുന്നു. യോഹന്നാൻ 18:38. 1, ഇവനിൽ കുറ്റമില്ല. 2, യോഹന്നാന്റെ സുവിശേഷം 19:4, ഇവനിൽ കുറ്റമില്ല. 3, 19-ാം അധ്യായം 6-ാമത് വാക്യം, 3-ാമത് പ്രാവശ്യം ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ജനത്തോട് വിളിച്ചു പറയുക, ഇവനിൽ കുറ്റമില്ല. ഇന്നും റോമൻ കോടതിയിലെ വാക്കുകളാണ് വാറണ്ടെന്നും പോക്സോ എന്നുമൊക്കെ നാം പിന്തുടരുന്നത്. അതെ, ബാബിലോണിലെ ഹമ്മുറബി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സുവ്യക്തമായ നീതിന്യായം റോമാക്കാരുടേതായിരുന്നു. 3 പ്രാവശ്യം യേശു നിരപരാധി എന്ന ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞിട്ടും സൗഖ്യം പ്രാപിച്ച, കാഴ്ച കിട്ടിയ, കേൾവി കിട്ടിയ, സംസാരിപ്പാൻ സംഗതിയായ, മുടന്തു മാറിയ, കുഷ്ഠം മാറിയ, പാപം മാറിയ ഒരുത്തനും മുൻപോട്ട് വന്ന് ഒരു ജാമ്യച്ചിട്ട് എഴുതി കൊടുത്തില്ല. മത്തായി 26:65-66. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി, മുഷ്ടി കൊണ്ട് കുത്തി ഇടിച്ചു. അതെ, 1-2 പേരല്ല, അകത്ത് 100 പട്ടാളക്കാർ, പുറത്ത് 500 പട്ടാളക്കാർ. വന്ന വഴിയിലൊക്കെ അവനെ പരിഹസിച്ചു, നിന്ദിച്ചു, തുപ്പി. മീഖ 5:1-2 വാക്യങ്ങൾ, ഇസ്രായേലിന്റെ ന്യായാധിപതിയെ അവർ കോലുകൊണ്ട് മുഖത്തടിച്ചു. മാംസം തകർന്നു, പല്ലുകൾ ഇളകി, റെറ്റിന തകർന്നുപോയി, കർണപിടം തകർന്നുപോയി. കോലുകൊണ്ട് ശിരസിൽ വെച്ച മുൾമുടി ആഞ്ഞടിച്ചിറക്കി. ആർക്കു വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. എന്നിട്ടും വൈരാഗ്യവും കോപവും ജാതി വ്യത്യാസവും ദ്വന്ദ്വപക്ഷവും പിണക്കവും അസൂയയും പരദൂഷണവും എന്തൊക്കെയോ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുകയാണ്. പോരാ 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 പോരാ. അതെ, ഇന്ന് രാത്രിയിൽ ചിലത് പൊളിച്ചു കളഞ്ഞിട്ട്, ഗുരു കരുണ തോന്നണമേ, മനസ്സറിയണമേ, ഞാൻ സൗഖ്യമാക്കാത്തത്, ഞാൻ ബലം പ്രാപിക്കാത്തത്, ഞാൻ വിടുതൽ പ്രാപിക്കാത്തത് ആരുടെയും കുറ്റം കൊണ്ടല്ല. ഇന്ന് രാത്രിയിൽ വചനമെന്ന കണ്ണാടിയിലേക്ക് നോക്കി സ്വന്തമായൊന്ന് അപഗ്രഥിക്കൂ. ദൈവം ഇന്ന് രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹന്നാനെ അഗ്നിയിലേക്കും തിളച്ച എണ്ണയിലേക്കും ചീറ്റപ്പുലിയുടെ മുമ്പിലേക്കും വ്യാഘ്രത്തിന്റെ മുമ്പിലേക്ക് വിട്ടുവെങ്കിലും അവിടെ നിന്ന് പുഞ്ചിരിയോടുകൂടി ആ മനുഷ്യൻ എഴുന്നേറ്റ് വന്നു. തുർക്കിയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ അകലെ കടലിൽ ചന്ദ്രക്കല്ലുടെ ആകൃതിയിലുള്ളതായ പത്മോസ് ദ്വീപിലേക്ക് കൊടും കുറ്റവാളികളെ, ഉപ്പ് ഖനിയായ പത്മോസ് ദ്വീപിലേക്ക് ഏകദേശം 13 കിലോമീറ്റർ വീതി, 8 കിലോമീറ്റർ നീളമുള്ള ആ ദ്വീപിലേക്ക് മറ്റുള്ള കുറ്റവാളികളോടൊപ്പം യോഹന്നാനെ നാടുകൾ. അരണ്ട വെളിച്ചത്തിൽ വെള്ളത്തിലാ ചെന്ന് വീണത്. ഇറങ്ങെന്ന് പറയുകയില്ലായിരുന്നു, ചവിട്ടി കുത്തി വെള്ളത്തിലേക്ക് ഇട്ടു. ചിലരൊക്കെ മുങ്ങിപ്പോയി. അതെ, തിബ്രിയാസ് കടൽ, ഗലീല കടൽ കണ്ടും കേട്ടും പരിചയവെച്ചവന് നീന്തൽ ഏതാണ്ട് പ്രശ്നമാണ്. 90-ാമത് വയസ്സിൽ ആ മനുഷ്യൻ നീന്തി. പ്രഭാതമായപ്പോഴേക്ക് ഞെട്ടിപ്പോയി. അതേ, മരണത്തോട് മല്ലടിക്കുന്ന കുറ്റവാളികൾ, അസ്ഥിമഞ്ജരങ്ങൾ, വിഷസർപ്പങ്ങൾ, വിഷത്തേളുകൾ, ഇടയ്ക്കിടയ്ക്ക് സ്ഫോടനം നടക്കുന്ന ദ്വീപ്. കടൽ തിരമാല വിളിച്ചു പറഞ്ഞു, നിന്നെയും ഇവിടെ ഞങ്ങൾ ഒതുക്കും.
അതെ, കൂടെ പ്രാർത്ഥിക്കാൻ ആളില്ല, പാഠ്യപുസ്തകമില്ല, തമ്പേറില്ല, സഹായത്തിനായി ഒരു മനുഷ്യനുമില്ല, മാറി ഉടുക്കാൻ മറ്റൊരു വസ്ത്രമില്ല. എങ്കിലും ആ മനുഷ്യൻ ഒറ്റയ്ക്ക്. അതാ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്തായ നിലപാട്. നമുക്കൊക്കെ പലരും വേണം പ്രോത്സാഹിപ്പിക്കാൻ, ഉത്തേജിപ്പിക്കാൻ, ഒന്ന് ഉയർത്തുവാൻ. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന, ആരാധന, വിശ്വാസം, വിശുദ്ധി ഇതെല്ലാം തകിടം മറിയും. അവിടെ വിശപ്പും പൈതാഹവും ഇട്ടിട്ട് ആ മനുഷ്യൻ 4 പ്രാവശ്യം ആത്മാവിൽ വിവശത അനുഭവിച്ചു. ഇംഗ്ലീഷ് ബൈബിളിൽ താൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുവെന്ന്. അതെ, നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവിൽ ആരാധിച്ച, സന്തോഷിച്ച വ്യക്തിയാണ്. ലൂക്കോസ് 10:20-21 ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്. അതെ, യോഹന്നാൻ ആ പത്മോസ് ദ്വീപിൽ വെച്ച് 1:10, 4:2, 17:3, 21:10 4 പ്രാവശ്യം ആത്മവിവശതയിലെത്തി. അതെ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. അതെ, ഏതെങ്കിലും ഒരു പെന്തക്കോസ്റ്റൽ സഭയിലാണ്, അല്ലെങ്കിൽ അല്ല. ഇന്നേ വരെ ലോകത്തെ ചലിപ്പിക്കുന്ന, ലോകത്തെ അമ്പരപ്പിക്കുന്ന, ലോകത്തിന് സമ്മാനമായി കൊടുക്കുന്ന ഒരു ദർശനം എനിക്കും നിങ്ങൾക്കും ലഭ്യമായിട്ടുണ്ടോ? ഇന്ന് രാത്രി നമുക്ക് മടങ്ങി വരണം. 1, നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗമാണ്. 2, ഈ സുവിശേഷ ദൗത്യം 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പകരപ്പെടുവാൻ നിങ്ങളും ഞാനും തയ്യാറായ മതിയാകും. നമ്മുടെ ഗ്രാമം അറിയട്ടെ, വാർഡ് അറിയട്ടെ, നമ്മുടെ ദേശം അറിയട്ടെ, ജില്ല അറിയട്ടെ, സംസ്ഥാനം അറിയട്ടെ, സംസ്ഥാനങ്ങൾ അറിയട്ടെ. കാരോൾ നടത്തിയത് കൊണ്ട് വടക്കേണ്ടിയിൽ പരക്കെ അക്രമമാണ്. അവർക്കറിയില്ല ഉപദേശ സത്യം. എല്ലാവരും ഏകദേശം ക്രൈസ്തവരാണെന്നുള്ള ചിന്തയാണ്. വടിവെട്ടിയിട്ടേ ഉള്ളൂ ആദ്യം തുടങ്ങാൻ പോകുക. ക്രൂരമായ പീഡനങ്ങൾ വരികയാണ്, സങ്കടങ്ങൾ വരികയാണ്, ജയിൽ നിറയുന്ന അനുഭവങ്ങൾ വരികയാണ്. അതെ, വടക്കേണ്ടിലെ കർത്തൃദാസമാർ വിശ്വാസികൾ, അവർക്ക് മീഡിയ ഒന്നും അധികമില്ല, ചില സംഗതികൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതെ, നിരാത്രിയിൽ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. പത്മോസ് ദ്വീപ് കൊണ്ട് അവസാനിക്കും എന്ന് ഡൊമീഷ്യൻ കരുതിയപ്പോൾ, അതെ, യോഹന്നാനെ നാടുകടത്തി 9-ാം മാസം തന്റെ ദേവീ ദേവന് കാഴ്ച അർപ്പിക്കുവാൻ തൻ രഹസ്യ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ മകൻ തന്നെ വെട്ടിക്കൊന്ന ഭരണം ഏറ്റെടുത്തു. ആ സെനറ്റ് ആദ്യം കൂടിയപ്പോൾ അവർ ആദ്യം തീരുമാനിച്ചത് പത്മോസിൽ നിന്ന് കുറ്റവാളികളെ മുഴുവൻ മടക്കിക്കൊണ്ടുവരണം. കണ്ടോ, ചെറുതുമല്ലുമാന കുഞ്ഞോളങ്ങളെ കീറി മുറിച്ചുകൊണ്ടൊരു പടക് പത്മോസ് ദ്വീപിൽ നിന്ന് തുർക്കിയിലെ കരയിലേക്ക് വരികയാണ്. ആ യോഹന്നാനോട് അവിടെ വെച്ച് യേശു പറഞ്ഞു, കുഞ്ഞെ, നീ മരിക്കുകയില്ല. ദൈവത്തിന് മരണപ്പേടിയ. 118-ാം സങ്കീർത്തനം 17-18 വാക്യങ്ങൾ. ഞാൻ മരിക്കുകയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. 91-ാം സങ്കീർത്തനം 16-ാമത് വാക്യം. ദീർഘായുസ്സുകൊണ്ട് ദൈവം എനിക്ക് തൃപ്തി വരുത്തും, ആ രക്ഷയെ ഞാൻ കാണും. 92-ാം സങ്കീർത്തനം 14-ാമത് വാക്യം. വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചു മുട്ടിവെച്ചും പച്ചവെച്ചും ഇരിക്കും ഞാൻ. രോഗാത്മാവിനെ പതറിപ്പോയ ഇയ്യോബ് 5:26, കുഞ്ഞെ, കറ്റി അടുക്കി കെട്ടിവെക്കുന്നത് പോലെ ദീർഘ ആയുസ് നിനക്ക് ഞാൻ തരും. അതെ, പെട്ടെന്നൊന്നുമല്ലെന്ന് വാർദ്ധക്യത്തിന് നീ മരണം വഴിയായി കടന്നു പോവുകയും 12 വർഷത്തെ രക്തസ്രാവം, 38 വർഷത്തെ പക്ഷപാത രോഗം, 18 വർഷത്തെ കൂന്, 40 വർഷത്തെ മുടന്ത്, ഏത് രോഗമാണോ വിശ്വസിക്കൂ, തയ്യാറാകൂ. രാത്രി എന്റെ കർത്താവിനെ സൗഖ്യമാക്കി. മെഷ്യ 53 3-ാമത് വാക്യം. കണ്ടാൽ ആളല്ലായിരുന്നു, തോന്നുമാറ് ഇറച്ചു വിട്ടുകിടക്കാരൻ ഇരുമ്പുകുളത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പച്ച മാംസപിണ്ഡം പോലെ യേശു ആകാശത്തിന് ഭൂമിക്ക് മധ്യത്തിൽ പച്ച പൈമല കുരിശിൽ തൂങ്ങിയാടുന്നു. 53:3-4
അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. ഇത് രാത്രി കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. അതെ, ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. യോഹന്നാൻ 90 വയസ്സും 9 മാസമുള്ളപ്പോൾ പത്മോസിന്റെ കാരാഗ്രഹത്തിൽ നിന്ന് വിശപ്പിനെയും പൈതാഹത്തെയും തണുപ്പിനെയും കടൽത്തരമാലകളെയും വിഷപ്പാമ്പിനെയും വിഷത്തെളികളെയും അസ്ഥിമഞ്ജരങ്ങളെയും ജീവിച്ചുകൊണ്ട് താൻ മടങ്ങി വന്നു. എഫെസോസിൽ താൻ എഴുതി ശ്രീ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അതെ, ക്രൈസ്തവ സഭയുടെ നട്ടെല്ലും പ്രത്യാശയും പ്രതീക്ഷയും ഒരു സ്വർഗം തലയ്ക്കുമിതെ ഉണ്ടെന്നുള്ളത്. അത് നമുക്ക് ദൈവ ദർശനത്തിലൂടെ വിഭാവനം ഏറ്റെടുത്ത് നൽകിത്തന്നത് യോഹന്നാന്. അത് ഇന്ന് രാത്രി കർത്താവ് നിങ്ങളെ സജ്ജമാക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കേൾവിക്കാരെ നിങ്ങളെ ഏവരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂം മീറ്റിംഗിലേക്ക് എളിയവനെ ക്ഷണിച്ച കർത്തൃദാസി, അതിന്റെ പിന്നിൽ അണിനിരക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അതേ, കഷ്ടത നിമിത്തം, സഹിഷ്ണുത നിമിത്തം, യേശുവിന്റെ രാജ്യം നിമിത്തം പത്മോസിലായിരുന്ന യോഹന്നാൻ മടങ്ങി വന്നു. ദൈവം നമ്മെ മടക്കി വരുത്തുമാറാകട്ടെ.